നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഈ വായനയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രമാത്രം വലുതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം വിലപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള ഒരു ബലം എന്ന് പറയുന്നത് നിങ്ങളാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ മാത്രമാണ് ഈ വ്യക്തി ലോകം കണ്ടിട്ടുള്ളത്. ആത്മാർത്ഥ സ്നേഹം എന്താണെന്നും പരിപൂർണമായിട്ടും ആത്മാർത്ഥ പ്രണയവും അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റിമസി, സ്നേഹം, ഇതെല്ലാം എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെയാണ് ഈ വ്യക്തി എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും സ്നേഹിക്കപ്പെടേണ്ടതെന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ ഈ വ്യക്തി പുതിയൊരു മനുഷ്യനായി തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാനാകില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ആണെന്ന് മാത്രം. നിങ്ങൾ കാരണമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുമായി ഒരുപക്ഷെ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാകാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകാം, ബ്രേക്കപ്പ് അവസ്ഥകളാകാം. ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചില സാഹചര്യത്തിൽ ഈ വ്യക്തി നിശബ്ദമായി നിൽക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വ്യക്തി വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെ ധാരാളം സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ദൂരേക്ക് പലപ്പോഴും ഈ വ്യക്തി നടന്നു നീങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ. എന്നാൽ കാപട്യ മുഖങ്ങളെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാപട്യ മുഖങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയെയും തിരിച്ചറിഞ്ഞതാണ് ഈ വ്യക്തി ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാപട്യ മുഖങ്ങൾ, അതായത് കള്ളമായ മുഖങ്ങളെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതും നിങ്ങളിലൂടെ. നിങ്ങൾ പല പ്രാവശ്യവും ഇത് ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഈ വ്യക്തി മനസ്സിലാക്കുവാനോ തിരിച്ചറിയുവാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളാണ് ഈ വ്യക്തിയുടെ വഴികാട്ടി. നിങ്ങളാണ് ഈ വ്യക്തിക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പല രീതിയിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും സംസാരത്തിലും ചിന്താഗതിയിലും ഒക്കെയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ശത്രുക്കളുടെ കൂടെ കൂടി അവരുമായിട്ട് ചില ചീത്ത സ്വഭാവ രീതികളൊക്കെ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറ്റങ്ങൾ സംഭവിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഈ വ്യക്തി അറിയാനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഈ വ്യക്തി ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയായിരുന്നു. പിന്നെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധം അത്ര നല്ല സമയത്തായിരുന്നില്ല പൊട്ടിമുളച്ചിരുന്നത്. നിങ്ങൾ രണ്ടുപേരും പ്രണയബന്ധത്തിലാകുന്ന സമയത്ത് സാഹചര്യങ്ങൾ പ്രതികൂലത്തിലായിരുന്നു. സാഹചര്യങ്ങൾ അത്രത്തോളം അനുകൂലമായിട്ടല്ല നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ പ്രതികൂലത്തിലായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു മറ്റുള്ളവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് ഊതി വീർപ്പിച്ച് വലുതാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമോ പക്വതയോ നിങ്ങളുടെ വ്യക്തിക്കില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തിയോട് പലപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അത് കാര്യമായി ഗൗനിക്കാനോ താല്പര്യപ്പെട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വലിയൊരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഈ വ്യക്തിയോടൊപ്പമുണ്ട്. ഇവിടെ മാലാഖമാരോട് ചോദിക്കുവാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ എന്താവശ്യം വേണമെങ്കിലും മാലാഖമാർ നടത്തി തരുമെന്നും നിങ്ങളുടെ ആൻസിസ്റ്റർ നിങ്ങളോട് കൂടെ ഉണ്ട്, അതായത് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി എന്ത് കാര്യം വേണമെങ്കിലും സഹിക്കുവാനും ക്ഷമിക്കുവാനും തയ്യാറാണ് എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിലനിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം കൂടുക, നിങ്ങളോടൊപ്പം കൂട്ടുകൂടുക എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും പോസിറ്റീവായ വ്യക്തികളാണ് എന്ന് ഈ വ്യക്തി പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ കാപട്യമില്ല എന്നും കള്ളമില്ല എന്നും നന്മകൾ മാത്രമേ ഉള്ളൂ എന്നും ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മറ്റുള്ളവർ ചെയ്യാനൊട്ട് അനുവദിക്കുകയുമില്ല. അതാണ് ഒരു കാവൽക്കാരനോ കാവൽക്കാരിയെ പോലെയാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് പലപ്പോഴും അതിശയമായി തോന്നാറുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം കണ്ടിട്ട്. അതായത് തൻ്റെ പ്രിയതമന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോവുകയും ഏത് റിസ്ക് വേണമെങ്കിലും എടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ നിശബ്ദത പലപ്പോഴും ഈ വ്യക്തിയെ വിഷമങ്ങളുടെ ആഴത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഏറ്റവും പതിഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മറ്റാരും ഈ വ്യക്തിയോട് മിണ്ടാതിരുന്നാലും ഈ വ്യക്തിക്ക് കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിച്ചിരിക്കുകയാണെങ്കിൽ അത് ഈ വ്യക്തിക്ക് സഹിക്കാനും സാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ആത്മീയതയുടെ പാതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയതയുടെ പാത എന്ന് പറയുമ്പോൾ ആത്മീയപരമായിട്ടുള്ള പല തിരിച്ചറിവിലേക്കുമാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആത്മീയതയുടെ പാത ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ പൂർവികരാണെങ്കിൽ പോലും നിങ്ങളുടെ പൂർവികരാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയബന്ധത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.